സർ, കോ പേയ്മെന്റ് എന്നാൽ എന്താണെന്നൊന്ന് പറയാമോ? കോ പേയ്മെൻ്റ് ആക്ച്വലി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പലർക്കും ഈ പോളിസിയിൽ കോ പേയ്മെൻറ്റ് കാണുമ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. അത് ഇൻഷുറൻസ് ടേംസ് ആണ്. ആ ഇൻഷുറൻസ് ടേംസിൽ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഡിഡക്റ്റബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ആ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങളുടെ ക്ലെയിമിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ പറയും ചെയ്തോളൂ എന്ന് പറയും. നമ്മളത് ആക്ച്വലി നമ്മൾ നാക്കുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. അവരിപ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ക്ലെയിമിൽ നിന്ന് എത്ര രൂപ ക്ലെയിം വന്നാലും ആ ക്ലെയിമിൽ നിന്ന് ഇത്ര ശതമാനം കട്ട് ചെയ്തിട്ട് ബാക്കി തന്നാൽ മതി. മിക്ക കസ്റ്റമേഴ്സും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പറയുന്ന പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കോ പേയ്മെൻ്റ് ഉള്ള പോളിസി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 20% അല്ല 10% മുതൽ 50% വരെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ പോളിസികളുണ്ട്. അപ്പോൾ കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി എടുക്കണമെന്ന് പറയുന്നതിന് ഒപ്പം തന്നെ എന്താണ് കോ പേയ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ആവറേജ് 20% എടുക്കാം. അതായത് ഒരു ക്ലെയിം വന്നാൽ എൻ്റെ ബില്ലിൽ നിന്ന് 20% കട്ട് ചെയ്തോളാൻ നമ്മൾ തന്നെ കമ്പനിക്ക് അനുവാദം കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ബില്ല് വന്നാൽ അതിൽ നിന്ന് 2 ലക്ഷം രൂപ 20% കട്ട് ചെയ്തിട്ടാണ് ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ട് എന്താ കാര്യം? നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും അതായത് ഞാൻ റിസ്ക് ഫ്രീ ആയിട്ട് കയറി കിടക്കണം, ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോകരുത് എന്ന് ആഗ്രഹിച്ച് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രീമിയം കുറയ്ക്കാനല്ല നോക്കേണ്ടത്. എപ്പോഴും ബെനിഫിറ്റ്സ് എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് വേണം നമ്മുടെ പ്രീമിയത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ പറയുന്ന കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി തന്നെ വേണം നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കാൻ. ഇനി നിങ്ങളിപ്പോൾ നിലവിലുള്ള പോളിസിയിൽ ഈ കോ പേയ്മെൻറ്റുള്ള പോളിസി ആണെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട് അത് മാറ്റാനായിട്ടുള്ളത്. അത് മാറ്റാൻ തയ്യാറാവണം. കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി എടുക്കണം. കാര്യം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസികൾ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.